പ്രിയ വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ അവസാന ഭാഗത്തെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഈ ചാപ്റ്റർ ഇപ്പൊ നമ്മൾ തീർക്കാൻ പോവാം. അതായത് ഇന്ന് നമ്മൾ 3 ടോപ്പിക്കാണ് പ്രധാനമായും എടുക്കുന്നത്. ഒന്ന്, യൂണിപോളർ വേൾഡ്, ഏക ധ്രുവ ലോകം, നമ്മൾ പഠിച്ചതിന്റെ ബാലൻസാണ്. 2, ന്യൂ കൊളോണിയലിസം. കൊളോണിയലിസം നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചു അല്ലെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഇപ്പൊ അവിടെ എന്താ, നിയോ കൊളോണിയലിസം എന്ന് പറയുന്ന പുതിയ ഒരു ന്യൂ ടോപ്പിക്കാണ്. അപകോളനീകരണം എന്ന് മലയാളം പറയും. എന്താണ് അപകോളനീകരണം? 3rd ടോപ്പിക്, ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം. എന്താണ് ന്യൂ എക്കണോമിക് പോളിസി എന്നുള്ളതാണ് 3ാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫൈനൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് എന്താ, ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ ആണ്. ഇപ്പൊ സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷൻ, ശിഥിലീകരണം, വേൾഡില് ഡിഫറന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഫോം ചെയ്തു അല്ലെ, വ്യത്യസ്തമായ പരിണിത ഫലങ്ങൾ ലോകത്തുണ്ടാക്കി. അതിലൊന്നാണ് നമ്മൾ പഠിച്ചത് എന്താ, ഡിക്ലൈൻ ഓഫ് ബൈപോളാർ വേൾഡ്, ഇരുധ്രുവ ലോകത്തിന്റെ അവസാനം, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി അല്ലെ, ഇരുധ്രുവ ലോകത്തിന്റെ അവസാനമായിരുന്നു. കാരണം സോവിയറ്റ് യൂണിയൻ ഡിക്ലൈൻ ചെയ്തതോടുകൂടി ഒരു സെക്കൻഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ എന്ത് ചെയ്തു, വാനിഷ് ചെയ്യപ്പെട്ടു, തുടച്ചു മാറ്റപ്പെട്ടു. അവിടെ എന്ത് ഫോം ചെയ്തു, യൂണിപോളാർ വേൾഡ്, ഏക ധ്രുവ ലോകം. അപ്പോൾ ആര് മാത്രമായി ലോകത്ത്? USA സോവർണിറ്റി മാത്രമായി, പരമാധികാരം മാത്രമായി. വേൾഡ് പോലീസ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ആര് ചേഞ്ച് ചെയ്യപ്പെട്ടു? അമേരിക്ക. അതായത് വേൾഡിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത ഒരു പവറായിട്ട് USA മാറി അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, അമേരിക്ക എമർജ്ഡ് ആസ് ദ ഗ്ലോബൽ പവർ ആൻഡ് സെന്റർ ഓഫ് ദി വേൾഡ് പൊളിറ്റിക്സ് ഫോളോയിങ് ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ദിസ് ഈസ് കോൾഡ് യൂണിപോളാർ വേൾഡ്. എന്ത് ചെയ്തു, ആ ലോകത്ത് സോവിയറ്റ് യൂണിയന്റെ പതനം അമേരിക്ക ഒരു ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായി. ലോകം മുഴുവൻ അമേരിക്കയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. ഇതാണ് എന്തായിട്ട് മാറിയത്, യൂണിപോളാർ വേൾഡ്, ഏക ധ്രുവ ലോകം. അമേരിക്ക അവരുടെ ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തു. കാരണം അവർക്ക് അവരുടെ ആ ആധിപത്യം നിലനിർത്തണം. എന്തൊക്കെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളാണ് അമേരിക്ക ലോകത്ത് അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി സ്ഥാപിച്ചെടുത്തത്? ഒന്ന്, യൂട്ടിലൈസിംഗ് ഇന്റർനാഷണൽ ഏജൻസീസ്. അമേരിക്ക പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദി വേൾഡ്. അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം ആര് നൽകി? അമേരിക്ക. ഇപ്പൊ വേറെ ആരുമില്ല. ഫിനാൻഷ്യലായിട്ടും മിലിറ്ററി ആയിട്ടുള്ള അസസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? അമേരിക്ക മാത്രമേ ഉള്ളൂ. ആ വേൾഡ് നേഷൻസിലെല്ലാം എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ ലോൺസുകൾ പ്രൊവൈഡ് ചെയ്തു, ലോങ് ടേം ഷോർട്ട് ടേം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ മിലിറ്ററി ആയിട്ടുള്ള സപ്പോർട്ട് അമേരിക്ക കൊടുത്തു. എക്സ്റ്റൻഡഡ് മിലിറ്ററി അലയൻസസ്, സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. നേരത്തെ ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു. നേറ്റോ, സെന്റോ, സിയാറ്റോ അല്ലെ, അത് പഠിച്ചു. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തു, മിലിറ്ററി അലയൻസസ് ഒക്കെ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. മീഡിയാസ് വേർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. കാരണം മാധ്യമങ്ങൾ പോലും അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു. കാരണം എന്താ, അത്രയ്ക്ക് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉള്ള ഒരു നേഷനാണ്. വേൾഡിലെ ഒരു സൂപ്പർ പവറാണ്, ലാർജസ്റ്റ് ക്യാപിറ്റലിസ്റ്റിക് കൺട്രിയാ. ഇഷ്ടംപോലെ പണം അവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളൊക്കെ അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പടിപടിയായി ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും മിലിറ്ററി ആയിട്ടുള്ള മെറിറ്റ്സുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, വേൾഡിന്റെ കംപ്ലീറ്റ് പാർട്ടിലും അമേരിക്ക എന്തായിട്ട് മാറി, ഒരു സോവറിൻ പവർ ആയിട്ട് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ വേൾഡ് പോലീസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ആര് മാറി, അല്ലെങ്കിൽ യൂണിപോളാർ വേൾഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനിലൂടെ ഉണ്ടായി. അമേരിക്ക എന്തായി മാറി, ഒരു സൂപ്പർ പവറായി മാറി. അതോടൊപ്പം തന്നെ വേൾഡിലുണ്ടായ ഒരു ചേഞ്ച്, മറ്റൊരു ചേഞ്ച് ആണ് എന്താ, ന്യൂ കൊളോണിയലിസം.
എന്താ നിയോ കൊളോണിസം, നവസാമ്രാജ്യത്വം അല്ലെങ്കിൽ അപകോളനീകരണം എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ വേൾഡിന്റെ എക്കണോമിക് സിസ്റ്റം കംപ്ലീറ്റ് ചേഞ്ച് ആയി. മനസ്സിലായില്ലേ? കാരണം എന്താ, സെക്കൻഡ് വേൾഡ് വാറിന്റെ ഇന്ത്യയിൽ നമ്മൾ കണ്ടത് എന്താ, വേൾഡ് നേഷൻസ് 1 by 1 ആയി ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് മാറുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒക്കെ സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറി. അപ്പൊ ഈ സാമ്രാജ്യത്വം, കൊളോണിയലിസം, ഇമ്പീരിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ചേഞ്ച് വന്നു. അവിടെ എന്ത് ചെയ്തു, ഡിഫറൻ്റ് ആയിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് വേൾഡിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഈ വേൾഡ് നേഷൻസിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇന്ത്യയെ പോലുള്ള ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ, ഇന്ത്യയിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മൾട്ടിനാഷണൽ കമ്പനികൾ വന്നു. ഇപ്പൊ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം ലോകത്തിന്റെ ഏത് കോണിൽ വേണമോ കിട്ടും. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു സെന്റൻസ് ഉണ്ട്, എന്താ, in the post-war period a new kind of imperialism emerged. അല്ലെ, എന്താ, multinational companies which are recognized in a country and functioning in many countries began interference in the economic, social and cultural sectors in the latter for serving the interests of capitalist countries. It is known as neo-imperialism. അല്ലെ, നിയോ ഇമ്പീരിയലിസം ഓർ കൊളോണിയലിസം. നമുക്ക് ഏറ്റവും ഇമ്പീരിയലിസം ഒന്നും നമുക്ക് ഉപയോഗിക്കാം. ഇമ്പീരിയലിസം, നവസാമ്രാജ്യത്വം, അപകോളനീകരണം, കോളനികൾ സ്വതന്ത്രമാക്കപ്പെടുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, നിയോ ഇമ്പീരിയലിസം, ന്യൂ ഇമ്പീരിയലിസം, ഒരു പുതിയ സാമ്രാജ്യത്വ തന്ത്രം രൂപം കൊള്ളുന്നു. കാരണം ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ എന്ത് ചെയ്യുന്നു, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വികസനവും അവികസിതവുമായ രാജ്യങ്ങളെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ഇടപെടാൻ തുടങ്ങുന്നു. ഇപ്പൊ അമേരിക്കൻ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയെയോ ചൈനയെയോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം ചൈന അല്ലെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ചൈന എന്ത് ചെയ്യും, അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടും. എന്നിട്ട് അവരുടെ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വൻതോതിൽ വിറ്റഴിച്ച് പണം ഉണ്ടാക്കി കൊണ്ടുപോകും. ഇന്ത്യയെ പിടിച്ചടക്കാൻ അവർക്ക് കഴിയില്ല, പക്ഷേ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. പണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നേരിട്ട് ആക്രമിച്ച് പിടിച്ചടക്കുന്നു, ഇന്ന് അത് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇന്ന് മറ്റൊരു രൂപം, അത് മൾട്ടിനാഷണൽ കമ്പനീസിലൂടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിയോ ഇമ്പീരിയലിസം, നവസാമ്രാജ്യത്വം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു അല്ലെ. കാരണം എന്താ, ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി ഒരു കൺസ്യൂമർ കൾച്ചർ ഡെവലപ്പ് ചെയ്യും. ഉപഭോക്തൃ സംസ്കാരം, രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സമയമില്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല സാധനം ഉൽപ്പാദിപ്പിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇന്ത്യൻ മാർക്കറ്റ് കംപ്ലീറ്റ് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു മാർക്കറ്റായിട്ട് മാറും. ബഹുരാഷ്ട്ര, ഇന്ന് നമുക്കറിയാം മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ മാത്രമേ കാണുള്ളൂ. എവിടെ പോയാലും പോത്തൻകോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ 150 കടകളുണ്ട്. എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രോഡക്റ്റ് അവിടെ വിൽക്കുകഴിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ മാർക്കറ്റിങ്ങിലൂടെ, അഡ്വർടൈസ്മെന്റിലൂടെ അവരുടെ പ്രോഡക്റ്റിന്റെ ഇരകളായി നമ്മളെ മാറ്റും. ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. കാരണം ഈ മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മുടെ വില്ലേജസ് വരെ, നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കും. മാക്സിമം അവരുടെ പ്രോഡക്റ്റ്, ഇപ്പൊ ചില പ്രോഡക്റ്റുകൾ, ഇപ്പൊ കോൾഗേറ്റ്, ക്ലോസപ്പ് അല്ലെ, അതുപോലെ സോപ്പ് ഐറ്റംസ്, സന്തൂർ ആയാലും ലക്സ് ആയാലും ഏതും അതൊരു ലേബലാക്കി മാറ്റി. ആ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നിസ്സാരമായി നമ്മൾ 5 രൂപയ്ക്ക് കടയിൽ നോക്കാൻ ലെയ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അല്ലെ, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ച് തിന്നുന്ന ലെയ്സ്, അതുപോലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ലോകത്തെ ഏത് കടകളിലും കമ്പോളങ്ങൾ പോയാൽ കിട്ടും. വില്ലേജ് ഗ്രാമങ്ങളിൽ പോലും എല്ലാ കടകളിലും ഇങ്ങനെ നല്ല മനോഹരമായ കവറുകൾ തൂക്കിയിട്ടേക്കും. ഇതിന്റെ ലാഭം മുഴുവൻ കൊണ്ടുപോകുന്നത് ആരാ? മൾട്ടിനാഷണൽ കമ്പനികളാണ്. നമുക്കൊന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, എല്ലാം എന്താ ഫോറിൻ കൺട്രീസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം. അതാണ് എന്താ ന്യൂ വേൾഡിൽ എന്തായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, നിയോ ഇമ്പീരിയലിസം, നവസാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ ഈ നിയോ ഇമ്പീരിയലിസത്തിന്റെ പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. ലിബറലൈസേഷൻ,
ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്താ? ഗ്ലോബലൈസേഷൻ പീരീഡിലാണ്. എ വേൾഡ് ബിക്കം എ ഗ്ലോബൽ വില്ലേജ്. ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിരുകളില്ല, നോ ബൗണ്ടറീസ്, അതിരുകളില്ല. ഇന്ത്യ, അതാണ് ഞാൻ പറഞ്ഞ, പോത്തങ്കോട് മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു സാധനം അമേരിക്കയിലെ ഏതെങ്കിലും കടകളിൽ പോയാലും കിട്ടും. അങ്ങനെ വേൾഡ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? ആ പ്രോഡക്റ്റുകൾ, സർവീസസ്, ഇതെല്ലാം ടെക്നോളജീസ് കംപ്ലീറ്റ് ഞാൻ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ മോഡേൺ വേൾഡിന്റെ നിയോ ഇമ്പീരിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി വേൾഡ് ബിക്കം എ ഗ്ലോബൽ വില്ലേജ്. ലോകം ഒരു ആഗോള ഗ്രാമമായി മാറുന്നു. വേൾഡിന്റെ എക്കണോമിക് സ്റ്റേജ് തന്നെ, എക്കണോമിക് കണ്ടീഷൻ തന്നെ ചേഞ്ച് ചെയ്യപ്പെട്ടു. എല്ലാം ന്യൂ എക്കണോമിക് പോളിസിയിലൂടെ, പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ. ഇന്ത്യയിൽ തന്നെ 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. PV നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അന്ന് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണെന്ന് അറിയാമോ? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു ആണ്. ആ ടൈമിലാണ് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത്. എന്താണ് ലിബറലൈസേഷൻ? Adoption of liberal regulation and taxation system of facilitate the import of multinational products in domestic markets. അതായത് ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണമില്ലാതെ കടന്നു വരാൻ വേണ്ടി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി. മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടി ഇവിടുത്തെ എന്ത് ചെയ്തു? നമ്മുടെ എന്തൊക്കെ ഇമ്പോർട്ടും അതുപോലെ ഇമ്പോർട്ടിംഗ് മെത്തേഡ്സുകൾ, അതുപോലെ തന്നെ ടാക്സ് സിസ്റ്റം, ഇതൊക്കെ ലിബറലൈസ് ചെയ്ത് കൊടുത്തു. വന്നോളൂ ഇന്ത്യയിലേക്ക് കടന്നു വരാനാണ് പറയുന്നത്. ഇവിടെ വന്ന് കച്ചവടം നടത്തൂ, കമ്പനികൾ തുടങ്ങൂ, വ്യാപാരം ആരംഭിക്കൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി തീരുവകൾ കുറച്ചു തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാക്സിൽ ഇളവുകൾ വരുത്തി തരാം. ഇവിടെ വ്യവസായം വളരട്ടെ. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ of public sector undertaking in an attempt to promote a private sector. പണ്ട് നമുക്കറിയാം, പബ്ലിക് സെക്ടറിന്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ മാത്രമാണ് കാര്യങ്ങൾ നടന്നത്. ഇപ്പൊ അങ്ങനെയല്ല, അല്ലെ? നമുക്ക് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് അദാനി ഗ്രൂപ്പിന് വിൽക്കുന്നു. വിഴിഞ്ഞം പോർട്ട് ചെയ്യുന്നതാരാ? അദാനി ഗ്രൂപ്പാണ്. അപ്പൊ ഇന്ത്യയിൽ പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന എല്ലാം പ്രൈവറ്റൈസേഷൻ ചെയ്യാം. ഗവൺമെന്റ് നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെ ഗവൺമെന്റ് മൈൻഡ് ചെയ്യാറില്ല. അത് തകർന്നു പോകാതിരിക്കാൻ വേണ്ടി അതിനെ പ്രൈവറ്റ് കൊടുക്കും. ഇപ്പൊ KSEB, ഇലക്ട്രിസിറ്റി ബോർഡ് ഇന്ന് കമ്പനിയാ, ലിമിറ്റഡ് കമ്പനിയാ, അല്ലെ? പണ്ട് നമുക്കൊന്നുണ്ടായിരുന്നു ടെലകോം, അത് BSNL ആയി. ഇതുപോലെ ഒന്നൊന്നൊന്നായി പ്രൈവറ്റൈസേഷനിൽ പോകാനാണ്, സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. ഇപ്പൊ ഗവൺമെന്റിന് ബാധ്യതകളില്ല. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ? എന്താണ് ആഗോളവൽക്കരണം? ഇക്കണോമിക് സിസ്റ്റം ഓഫ് എ കൺട്രി ലിങ്ക്ഡ് ഇൻ ഗ്ലോബൽ എക്കോണമി. ഇതൊരു ഗ്ലോബൽ എക്കോണമിയുമായി നമ്മുടെ എക്കണോമിക് സിസ്റ്റം ലിങ്ക് ചെയ്യും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു സർക്കിളിനകത്ത് വരും നമ്മുടെ വ്യാപാരം മുഴുവൻ. ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദി മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കും. കോമ്പറ്റീഷൻ ഡ്രിവൻ മാർക്കറ്റ് കെയിം ഇൻടു എക്സിസ്റ്റൻസ്. മത്സരങ്ങളിലൂന്നിയ കമ്പോളം. എല്ലായിടത്തും കോമ്പറ്റീഷൻ, മത്സരം. ഒരു കട തുടങ്ങുമ്പോൾ അടുത്ത കട തുടങ്ങും, ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അടുത്ത പ്രോഡക്റ്റ്. അപ്പൊ ഈ കമ്പനികൾ തമ്മിലുള്ള ഒരു മത്സരം. ട്രാൻസ്പോർട്ട് ഫ്ലോ ഓഫ് പ്രോഡക്ട്സ്, അല്ലെ? അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, സർവീസസ്, സേവനങ്ങൾ, റോ മെറ്റീരിയൽസ്, വിഭവങ്ങൾ, ക്യാപിറ്റൽ, മൂലധനം, ലേറ്റസ്റ്റ് ടെക്നോളജി, പുത്തൻ സാങ്കേതിക വിദ്യ, അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യ വിഭവശേഷി എന്നിവയൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കും. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും റിസോഴ്സസിനെ ഫ്ലോ ചെയ്യും, സർവീസസ് ഫ്ലോ ചെയ്യും, പ്രോഡക്റ്റുകൾ ഫ്ലോ ചെയ്യും, ക്യാപിറ്റൽ ഫ്ലോ ചെയ്യും. എവിടെ വേണോ പോയി മുതൽ മുടക്കാം, അല്ലെ? ഇപ്പൊ യൂസഫ് അലിയും രവി പിള്ളയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗൾഫിൽ മുഴുവൻ അവർക്ക് കമ്പനികളാണ്. അവർ ഇന്ത്യയിൽ മുതൽ മുടക്കുന്നു, അമേരിക്കയിൽ ചെയ്യുന്നു, ഇംഗ്ലണ്ടിൽ ചെയ്യുന്നു, ഫ്രാൻസിൽ, എവിടെ വേണോ ചെയ്യാം. അതാണ് ഗ്ലോബലൈസേഷന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഹെറിഡിറ്ററി ആയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ് ഡിക്ലൈൻ ചെയ്യും. അത് വേറെ കാര്യം. പക്ഷെ എന്നാൽ പോലും വേൾഡിലെ നേഷൻസ് വൺ ബൈ വൺ ആയി എന്തായിട്ട് മാറും? സ്ട്രോങ് എക്കോണമി ആയിട്ട് മാറും. രാജ്യങ്ങൾക്ക് മുതൽ മുടക്കില്ല. മുതൽ മുടക്കാൻ പുതിയ രാജ്യങ്ങൾ രംഗത്ത് വരികയാണ്, പുതിയ ആൾക്കാർ വരികയാണ്. ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള
അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ കുറവ് വരും, പക്ഷേ ഗവൺമെന്റിന്റെ വരുമാനം കൂടും. മനസ്സിലായില്ലേ? വരുമാന മാർഗങ്ങൾ കൂടും, ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരും, കൂടുതൽ പണം മുടക്കാതെ കൂടുതൽ ലാഭം നമുക്ക് കിട്ടും. ഇപ്പൊ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്തൊക്കെ ക്രിട്ടിസൈസ് ചെയ്താലും ഈ ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും വന്നതോടുകൂടിയാണ് ലോകരാജ്യങ്ങൾ ഫിനാൻഷ്യലായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കീപ്പ് ചെയ്യാൻ പറ്റിയത്. അവിടെ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ഇൻക്രീസ് ചെയ്തു. രാജ്യങ്ങളുടെ വരുമാനം വർദ്ധിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. അല്ലാതെ പബ്ലിക് സെക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്മെന്റ് ഫോം ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഈ ഇന്റർനാഷണൽ എഗ്രിമെന്റുകൾ അല്ലെ, ഇപ്പൊ നമുക്ക് നിങ്ങൾ പഠിച്ച UN കുറിച്ച്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, വേൾഡ് ബാങ്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, IMF, WTO, ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ഏജൻസീസ് കംപ്ലീറ്റ് എന്താ ഈ ഗ്ലോബലൈസേഷനെയാണ് ഫേവർ ചെയ്യുന്നത്. ലോകത്ത് മുഴുവൻ ഗ്ലോബലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കേട്ടിട്ടുണ്ടാവും, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, IMF, IBRD നമ്മളെ വേൾഡ് ബാങ്കിന്റെ ഒരു ഏജൻസിയാണ്. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, വേൾഡ് ബാങ്കിന്റെ ഒരു ഏജൻസിയാണ് വേൾഡ് ബാങ്ക്. ഇവരൊക്കെ ഫേവർ ചെയ്യുന്നത് ഏതിനാണോ? ഗ്ലോബലൈസേഷനാണ്. കാരണം ആ പ്രോഡക്ട്സ് നമ്മുടെ ഗുഡ്സും സർവീസസും ഒക്കെ എന്ത് ചെയ്യും, ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് അങ്ങനെ ഫ്ലോ ചെയ്യാം. ഒരു ഗ്ലോബൽ വില്ലേജ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുക. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് സാധനങ്ങൾ സേവനങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഗവൺമെന്റുകളെല്ലാം, വേൾഡ് നേഷൻസിന്റെ ഗവൺമെന്റുകളെല്ലാം ഗ്ലോബലൈസേഷനെ ഫേവർ ചെയ്യുന്ന ലോസും പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് ഒരു. പക്ഷേ ഇത് ഒരു കുഴപ്പമുണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസിനെ, വികസ്വര രാജ്യങ്ങളെ ഈ ആഗോളവൽക്കരണം അഫക്ട് ചെയ്തു. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, വികസനം കാത്തു നിൽക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഈ ഗ്ലോബലൈസേഷൻ അഫക്ട് ചെയ്തു. എങ്ങനെ? നമ്പർ 1, the intervention of multinational companies challenges the concept of nation state. അല്ലെ, ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയത്തിന് അത് വെല്ലുവിളിയായി. നമ്മളൊക്കെ ഒരു ഒത്തൊരുമയോടെ ഒരു രാഷ്ട്രം, ഒരു ഐക്യത്തിൽ പൊയ്ക്കണം. അപ്പോൾ അതൊക്കെ മാറി. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വെസ്റ്റേൺ കൾച്ചറാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനെയും ആ രാഷ്ട്രപരമായ ചിന്താഗതികളേക്ക് അത് ബാധിക്കാൻ കാരണമായി. സെക്കൻഡ്ലി, ലെഡ് ടു ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിയസ് കൾച്ചർ. അല്ലെ, നമ്മുടെ തദ്ദേശീയ സംസ്കാരങ്ങളെല്ലാം തകർന്നു. പരമ്പരാഗതമായി നമ്മൾ ഫോളോ ചെയ്യുന്ന ബിലീഫ്സ്, ട്രഡീഷൻസ്, കൾച്ചർ ഇതൊക്കെ അഫക്ട് ചെയ്യപ്പെട്ടു. കാരണം എന്താ, മോഡേണൈസേഷൻ വന്നതോടുകൂടി പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പ്ലഗ്ഡ് ചെയ്തു. കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. അല്ലെ, നിസ്സാരമായി നമുക്കറിയാം, പണ്ട് വീട്ടിലെ കിണറിൽ വെള്ളം കോരാൻ വേണ്ടി കയർ ഉപയോഗിക്കും. എന്നാലും കയർ ഉപയോഗിക്കുന്നുണ്ടോ? ചകിരിയുള്ള കയർ. അതൊന്നും ഇപ്പോൾ ആക്കും വേണ്ട. അതിനേക്കാൾ പകുതി വിലയ്ക്ക് പ്ലാസ്റ്റിക് കയറുകൾ കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു, അത് മൾട്ടിനാഷണൽ കമ്പനിയുടേതാണ്. അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ് ഡിക്ലൈൻ ചെയ്യും. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വേ ഡെസ്ട്രോയിഡ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പബ്ലിക് സെക്ടറിലുള്ള സ്ഥാപനങ്ങളെല്ലാം ഡിക്ലൈൻ ചെയ്യുകയും അവിടെ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുകയും ചെയ്യും. ഗവൺമെന്റ് വിഡ്രോ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടേഴ്സ്. സാമൂഹ്യ സേവന മേഖലകളിൽ നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? പുറകോട്ട് പോകാൻ തുടങ്ങുന്നു. നാച്ചുറൽ റിസോഴ്സസ് വേർ ലൂട്ടഡ്. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെടുന്നു. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒന്ന് നിങ്ങൾ പത്രവാർത്തകളിലൂടെ കേട്ടിട്ടുണ്ട്. പ്ലാച്ചിമട, കൊക്കക്കോള കമ്പനി ഇങ്ങനെ വന്ന മൾട്ടിനാഷണൽ കമ്പനിയാണ്. ആ കമ്പനി വന്ന സമയത്ത് പ്ലാച്ചിമടയിലെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞ ഗവൺമെന്റ് ഈ കമ്പനിക്ക് അനുമതി കൊടുത്തു. പക്ഷേ കൊക്കക്കോള കമ്പനി എന്ത് ചെയ്തു? അവിടെയുള്ള വൻ കുഴികളിലൂടെ, കിണറുകൾ, ആ വലിയ കമ്പനി അവിടെ സ്ഥാപിച്ചതോടുകൂടി അവിടെ നിന്നുള്ള ഭൂഗർഭ ജലം മുഴുവൻ ഊറ്റിയെടുത്ത് കൊക്കക്കോളയും ഒക്കെ ആക്കി വിദേശ രാജ്യങ്ങൾക്ക് വിറ്റ് പണമുണ്ടാക്കി. കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ രാജ്യങ്ങൾ, ആ പ്രദേശത്തെ കിലോമീറ്ററുകളോളമുള്ള ജനങ്ങളുടെ കുടിവെള്ളം മുട്ടി. കാരണം ഭൂഗർഭ ജലം മുഴുവൻ ഊറ്റിയെടുക്കുക, 4 സൈഡിലെ കിണറുകൾ മൊത്തം പറ്റി വരണം. അപ്പോഴാണ് ജനങ്ങൾക്ക് അപകടം മനസ്സിലായത്. അപ്പൊ ഇതുപോലെ നാച്ചുറൽ റിസോഴ്സസ് ഓൺ ബൈ ഓൺ ആയിട്ട് ലൂട്ട് ചെയ്യപ്പെട്ടു, എന്ത് ചെയ്യപ്പെട്ടു? കൊള്ളയടിക്കപ്പെട്ടു. അങ്ങനെ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഏത് അഫക്ട് ചെയ്തു? ഗ്ലോബലൈസേഷൻ അഫക്ട് ചെയ്തു. വികസ്വര രാജ്യങ്ങളെ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ ബാധിച്ചത്? പരീക്ഷയിൽ ചോദിക്കുമ്പോൾ എഴുതണം. ദ ഇന്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചലഞ്ച് ദി കൺസെപ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്. ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ആശയത്തിന് അത് എന്ത് ചെയ്യുന്നു? ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം ഒരു വെല്ലുവിളിയായി.
ലെറ്റ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിയസ് കൾച്ചർ, നമ്മുടെ തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ച ഉണ്ടായി. പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പ്ലഗ്ഡ്, കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വെയർ ഡിസ്ട്രോയിഡ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നിടിഞ്ഞു. ഗവൺമെന്റ് വിഡ്രോ ഫ്രം സോഷ്യൽ സർവീസസ്, ഗവൺമെന്റ് എന്ത് ചെയ്തു, സാമൂഹ്യ സേവന മേഖലകളിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോയി. ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനും മറ്റുമൊക്കെ കൊടുക്കാനൊന്നും പണമില്ലാത്ത അവസ്ഥ വന്നു. ഇപ്പൊ പല സൗജന്യ സബ്സിഡി, അതിന് ഏറ്റവും നല്ല ഉദാഹരണം സബ്സിഡികൾ ഇല്ലാതാക്കി. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വളം വിത്തിനൊക്കെ സബ്സിഡി കൊടുക്കുമായിരുന്നു, അതൊക്കെ പതുക്കെ ഇല്ലാതാക്കി. ഇന്ന് അതൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. ഇന്ന് അത് അർഹതപ്പെട്ടവർക്ക് മാത്രമായി ചുരുക്കുകയാണ്. പണ്ട് അങ്ങനെയല്ല, കൃഷി ചെയ്യുന്നവർക്കെല്ലാം സബ്സിഡി ഉണ്ടായിരുന്നു, അതൊക്കെ നിന്നു. നാച്ചുറൽ റിസോഴ്സസ് വെയർ ലൂട്ടഡ്, പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. അങ്ങനെ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഏത് ബാധിച്ചു? ഗ്ലോബലൈസേഷൻ അഫക്റ്റ് ചെയ്തു. അങ്ങനെ ലോകത്തിന്റെ എന്ത് ചെയ്യുന്നു, പല ഈ 20th സെഞ്ചുറി ആയ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ചലഞ്ചസ് ഉണ്ടായി, അല്ലെ? ഇമ്പീരിയലിസവും കൊളോണിയലിസവും ഒക്കെ വേൾഡിനെ പല രീതിയിൽ അഫക്ട് ചെയ്തു. ആ അഫക്ട് ചെയ്തതിന് ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞ ഈ ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ. മൾട്ടിനാഷണൽ കമ്പനീസ് ഇവിടെ അവരുടെ പോളിസീസ് ഫേവർ ചെയ്യുന്നതിന് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്ത മെത്തേഡ്സ്, സ്ട്രാറ്റജി കാരണം എന്ത് ചെയ്തു, നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എല്ലാം ഡിക്ലൈൻ ചെയ്തു. പരമ്പരാഗതമായ വ്യവസായങ്ങളെല്ലാം തകർന്നു. നമ്മളെല്ലാം എന്ത് ചെയ്തു, ഇന്ന് വെസ്റ്റേണൈസേഷനെ, വെസ്റ്റേൺ കൾച്ചറിനെ ഫേവർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളെല്ലാം സ്വീകരിക്കുന്നത്. അതിലൂടെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. നമ്മുടെ കൾച്ചർ, അല്ലെ, നമ്മുടെ അംബിഷൻ, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ ട്രഡിഷൻ, അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ചേഞ്ച് ഉണ്ടായി. പക്ഷെ എന്നാലും വേൾഡിൽ എന്ത് ചെയ്തു, ഒരു എക്കണോമിക് ചേഞ്ച്, ഒരു സാമ്പത്തിക മാറ്റം വേൾഡിൽ ഫോം ചെയ്യുന്നത് ഏതിലൂടെയാണ്? ന്യൂ ഇക്കണോമിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്തതിലൂടെയാണ്. ഇപ്പൊ 1991 ന്യൂ ഇക്കണോമിക് പോളിസി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ എക്കോണമിയിലുണ്ടായ ചേഞ്ചസ് ഒരുപാടുണ്ട്. നമ്മുടെ എക്കണോമിക് സെക്ടറിൽ ഇന്ന് കാണുന്ന ഒരു വികാസം നമ്മളിൽ എത്തിച്ചത് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതോടുകൂടിയാണ്. ഇന്ന് വേൾഡ് നേഷൻസുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റി. മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇവിടെ ഉണ്ടായി, അല്ലെ? ആ ഒരു മാറ്റത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നമുക്ക് ഉണ്ടാക്കിയത്, സാമ്പത്തികമായ ഒരു വളർച്ച നമുക്ക്, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇടക്കാലത്ത് കുറച്ച് ഡീവിയേഷൻ സംഭവിച്ചു. അതിന് കാരണം നമുക്കറിയാം, കൊറോണയും മറ്റു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ ഇനി നമ്മൾ റിക്കവർ ചെയ്ത് വരും. മാറ്റമില്ലാതെ, വലിയ താമസമില്ലാതെ റിക്കവർ ചെയ്ത് വരും. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കൂടുതലായി പഠിക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസ് ഒന്ന് യൂണിപോളാർ വേൾഡ്, ഏക ധ്രുവ ലോകം, അമേരിക്കയെ കുറിച്ച്, പിന്നെ ന്യൂ ഇംപീരിയലിസം, നവ സാമ്രാജ്യത്വം, പുത്തൻ സാമ്രാജ്യത്വത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ലാസ്റ്റ് പഠിച്ചത് ന്യൂ ഇക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം. അതിൽ മെയിൻ ആയിട്ട് എന്താണ് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്താണ്, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം എന്താണ്, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം എന്താണ്. പിന്നെ ഈ ഗ്ലോബലൈസേഷൻ അഡോപ്റ്റ് ചെയ്ത സമയത്ത് അത് എപ്രകാരമാണ് ഡെവലപ്പിംഗ് കൺട്രീസിനെ അഫക്ട് ചെയ്തത്, വികസ്വര രാജ്യങ്ങളെ ഈ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ബാധിച്ചത്, അത് ആ പോയിന്റ്സിൽ കാണാതെ പഠിച്ചോളൂ. എന്താണ് ഗ്ലോബലൈസേഷൻ എന്നാണെന്നും നിങ്ങൾ പഠിച്ചോളാം. അപ്പൊ ഇത്രയും ടോപ്പിക്ക് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി ചോദിക്കണം, മനസ്സിലാക്കി വെക്കുക. കാണാതെ പഠിക്കാനൊന്നും പ്രത്യേകിച്ചില്ലെങ്കിലും ചില പോയിന്റ്സിലൊക്കെ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പൊ പോയിന്റ്സുകൾ ഒന്നൊന്നായിട്ട് എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വെക്കുക. വേറെ ഒന്നുമില്ല. ഈ ചാപ്റ്ററിൽ ഇത്രയും പോർഷൻ ഉണ്ട്, വലിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ ഞാൻ സെലക്ട് ചെയ്താണ് പഠിപ്പിച്ചത്. ഏറ്റവും വലിയ, അതായത് നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്, അല്ലേ? അപ്പൊ ഇതിലെ പോർഷൻസ് ഒക്കെ ഏകദേശം പിടികിട്ടി കാണുമല്ലോ. വേൾഡ് വാർ, 2nd ചാപ്റ്റർ വേൾഡ് വാർ ഉണ്ട്, അതുപോലെ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഫാസിസം, നാസിസം, പിന്നെ 1945 ശേഷമുള്ള വേൾഡിനെ കുറിച്ച്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ചിട്ട് ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വരുമ്പം ചോദിക്കാം. ഓക്കെ.